ശാന്തി. ഈ അവ്യക്തമാസത്തിൽ നമ്മളെല്ലാവരും ബാപ്ദാദയുടെ അവ്യക്ത മഹാവാക്യം കേട്ടുകൊണ്ട് വരികയല്ലേ. ഇന്ന് ബാപ്ദാദയുടെ മഹാവാക്യം 18/1/2002 ബാബ പറയണത്, स्नेह की शक्ति द्वारा समर्थ बनो, सर्व आत्माओं को सुख शांति की अंजलि दो. ബാബ പറയുന്നത്, സ്നേഹത്തിൻ്റെ ശക്തിയിലൂടെ സമർത്ഥമാകൂ, സർവാത്മാക്കൾക്ക് സുഖശാന്തിയുടെ അഞ്ജലി നൽകൂ. അല്ലേ, ബാബ എപ്പോഴെന്താ പറയാറ്? സ്നേഹത്തിൻ്റെ ശക്തി. നമ്മളെല്ലാവരെയും ബാബയുടെ യജ്ഞത്തിലേക്ക് അടുപ്പിച്ചതും ബാബയിലേക്ക് അടുപ്പിച്ചതും സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അപ്പോൾ സ്നേഹം എന്നത് വലിയൊരു ശക്തിയാണ്. ബാബ അതാ പറഞ്ഞേ, സ്നേഹമാകുന്ന ശക്തിയിലൂടെ നിങ്ങൾ സമർത്ഥരായിട്ട് മാറും. എല്ലാ വ്യർത്ഥങ്ങളിൽ നിന്നും മുക്തമായി സമർത്ഥരാകൂ, സർവാത്മാക്കൾക്ക് സുഖശാന്തിയുടെ അഞ്ജലി നൽകൂ. ലോകത്തിൽ എത്രയോ ദുഃഖിച്ചിരിക്കുന്ന ആത്മാക്കൾ, അവർക്ക് സുഖശാന്തിയുടെ അഞ്ജലി നൽകണമെങ്കിൽ നമ്മൾ സമർത്ഥരായേ പറ്റുള്ളൂ. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ബാപ്ദാദയുടെ മഹാവാക്യം. ആജ് സർവ് സമർത്ഥ ബാപ്പ് अपने स्मृति स्वरूप समर्थ स्वरूप बच्चों से मिलने के लिए आए हैं. ഇന്ന് സമർത്ഥനായിട്ടുള്ള ബാബ തൻ്റെ സ്മൃതി സ്വരൂപരായ സമർത്ഥ സ്വരൂപരായ കുട്ടികളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാബ സമർത്ഥനാണ്. അതുകൊണ്ട് തന്നെ സ്മൃതി സ്വരൂപരായിട്ടുള്ള സമർത്ഥ സ്വരൂപരായിട്ടുള്ള തൻ്റെ മക്കളെ കാണാൻ അച്ഛൻ ഇന്ന് വന്നിരിക്കുകയാണ്. ആജ് വിശേഷ് चारों ओर के बच्चों में स्नेह की लहर लहरा रही है. അപ്പോൾ ബാബ ഇന്ന് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഇന്ന് വിശേഷിച്ചും നാനാഭാഗത്തുമുള്ള കുട്ടികളിൽ സ്നേഹത്തിൻ്റെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ കാണാൻ വന്നപ്പോൾ അച്ഛൻ കണ്ടത് ഇതാണ്, സ്നേഹത്തിൻ്റെ അല ഇതാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. വിശേഷ് ब्रह्मा बाप के स्नेह की यादों में समाये हुए हैं. അപ്പോൾ കുട്ടികളെ കണ്ടപ്പോൾ ബാബ എങ്ങനെയാണ് കണ്ടത്? വിശേഷിച്ചും ബ്രഹ്മ ബാബയുടെ സ്നേഹത്തിൻ്റെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്നതാണ് കണ്ടത്. ബാബ അവ്യക്തമായ ദിവസമായതുകൊണ്ട് ബ്രഹ്മ ബാബയുടെ ഓർമ്മയിലാണ് കുട്ടികൾ കൂടുതലായി മുഴുകിയിരിക്കുന്നത് ബാബ കണ്ടത്. സ്നേഹ ഹർ ബച്ചേ കെ ഇസ് ജീവൻ കാ വരദാൻ ഹേ. അപ്പോൾ ഈ ഒരു സ്നേഹം ബാബ എന്താ പറഞ്ഞത്? ഓരോ കുട്ടിയുടെയും ഈ ജീവിതത്തിൻ്റെ വരദാനമാണ്, അല്ലേ? ബാബയുടെ കുട്ടിയായിട്ട് കിട്ടിയ നമ്മുടെ ഈ ഒരു ജന്മം, ഈ ഒരു ജീവിതം, ഇതിൻ്റെ വരദാനമാണ് ഈ സ്നേഹം, ഈ ആത്മീയ സ്നേഹം, പരമാത്മാ സ്നേഹം എന്ന് പറഞ്ഞത്. परमात्म स्नेह ने ही आप सबको नए जीवन दी है. അപ്പം നമ്മളെല്ലാ കുട്ടികൾക്കും ഒരു പുതിയ ജീവിതം തന്നത് പരമാത്മ സ്നേഹം തന്നെയാണ്. ബാക്കി നമ്മളൊക്കെ കലിയുഗത്തിലും അഴുക്ക് പിടിച്ച ലോകത്തിലായിരുന്നില്ലേ? അപ്പം ഈ ദുഃഖം നിറഞ്ഞ ലോകത്തിൽ നിന്നും നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയത്, ഒരു പുതിയ ജീവിതം നമുക്ക് തന്നതും ഈ പരമാത്മ സ്നേഹം തന്നെയാണ്. പദാ ബാബ പറഞ്ഞേ, ഹർ ഏക് ബച്ചേ കോ സ്നേഹ കി ശക്തി ने ही बाप का बनाया. അപ്പോൾ ഓരോ കുട്ടിയെയും ബാബയുടേതാക്കി മാറ്റിയത് സ്നേഹത്തിൻ്റെ ശക്തിയാണ്. നമ്മൾ ഇത്രയും പേര് ബാബയുടെ കുട്ടിയായിട്ട് മാറിയത് ആരുടെയും ഫോഴ്സായിട്ടോ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടോ ബലം പിടിച്ചിട്ടോ ഒന്നുമല്ല, അല്ലേ? സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ടാണ് ബാബ എന്ത് പറഞ്ഞത്? ഓരോ കുട്ടിയും ബാബയുടേതായി മാറിയത്. യഹ് സ്നേഹ കി ശക്തി സബ് സഹജ് കർ ദേത്തി ഹി.
അപ്പം നോക്കൂ, ബാബയുടെ ജീവിതം ജീവിക്കാൻ ലോകത്തിൽ എത്രയോ ഉണ്ട് അല്ലേ, ഓരോ സംഘടനയുണ്ട്, ഓരോ തരത്തിൽ ജീവിതം ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ബാബയുടെ യജ്ഞ ജീവിതം ജീവിക്കുക എന്ന് വെച്ചാൽ കുറച്ച് ത്യാഗം ചെയ്യേണ്ടതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനില്ലേ, കുറേ ശ്രീമതങ്ങൾ പാലിക്കാനുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ശ്രീമതം ത്യാഗം ചെയ്യാൻ, അപ്പം അതൊക്കെ നമുക്ക് ത്യാഗവും ശ്രീമതം പാലിക്കാനും ഇതെല്ലാം സഹജമായത് എന്തുകൊണ്ടാണ്? സ്നേഹത്തിൻ്റെ ശക്തിയാണ്. പരമാത്മാ സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ടാണ് നമുക്കിതെല്ലാം സഹജമായി ചെയ്യാൻ കഴിഞ്ഞത്. जब स्नेह में समा जाते हो तो कोई भी परिस्थिति सहज അനുഭവ करते हो. അപ്പം സ്നേഹത്തിൽ നമ്മൾ മുഴുകിയിരിക്കുകയാണെങ്കിൽ ഏതൊരു സാഹചര്യങ്ങളും ഏതൊരു പരിതസ്ഥിതിയെക്കോട്ടെ സഹജമെന്ന് അനുഭവം ചെയ്യും. അവിടെ നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അതാണ് സ്നേഹത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകത. അപ്പം സ്നേഹത്തിൽ ലയിച്ചിരുന്നാൽ മതി, നമുക്കൊരു പ്രശ്നങ്ങളോ ഒരു പരിതസ്ഥിതിയോ ഒരു സാഹചര്യങ്ങളോ നമുക്ക് ബുദ്ധിമുട്ടാവില്ല. എല്ലാം സഹജം എന്നുള്ള അനുഭവം ചെയ്യും. बाप दादा भी कहते हैं कि सदा स्नेह के सागर में समाये रहो. ഇനി ബാപ്ദാദയും പറയുന്ന ഇതാണ്, സദാ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിച്ചിരിക്കും. ഇതാണ് എപ്പോഴും ബാപ്ദാദയും പറയുന്നത് അല്ലേ. ബാബയുടെ ഓർമ്മയിൽ മുഴുകൂ, സ്നേഹത്തിൻ്റെ സാഗരമായ അച്ഛനിൽ മുഴുകിയിരിക്കൂ എന്ന് പറയാറുണ്ട്. സ്നേഹ ഛത്ര ഛായ ഹേ, ജിസ് ഛത്ര ഛായ കെ അന്തർ കോയി മായ കി പർച്ചായി ബി നഹി പഡ് സക്തി. ബാബ പറഞ്ഞത് സ്നേഹം ഒരു കുടക്കീഴ് പോലെയാണ്, ഒരു സ്നേഹത്തിൻ്റെ കുടക്കീഴ്. ബാബാദാ പറഞ്ഞ ഈ കുടക്കീഴിനുള്ളിൽ അല്ല, ആരാണോ ഈശ്വരൻ്റെ ഈ കുടക്കീഴിനുള്ളിലിരിക്കുന്നത് അവർക്ക് മായയുടെ നിഴലേൽക്കില്ല. കാരണം ഈശ്വരൻ്റെ നിഴലുണ്ട്, പരമാത്മാ ശക്തിയുടെ നിഴൽ കൂടെ ഉള്ളത് കൊണ്ട് മായയുടെ നിഴൽ ഒരിക്കലും ഏൽക്കില്ല. സഹജ് മായാജീത് ബൻ ജാത്തെ ഹോ. എന്ത് ചെയ്യും? എളുപ്പം സഹജമായി നമുക്ക് മായാജീത്തായി മാറാൻ സാധിക്കും. അവന് जो निरंतर स्नेह में रहता है उसको किसी भी बात की मेहनत नहीं करनी पड़ती है. ഇനി ആരാണോ നിരന്തരം സ്നേഹത്തിലിരിക്കുന്നത് അവർക്ക് ഏതൊരു കാര്യത്തിൻ്റെയും പരിശ്രമം ഉണ്ടാവില്ല. സ്നേഹത്തിൽ ലയിച്ചിരുന്നാൽ, കാരണം ഈശ്വരനെ ആകർഷിക്കാനും അല്ലെങ്കിൽ ഈശ്വരനെ നമ്മളിലേക്ക് നമ്മുടേതാക്കി മാറ്റാനുമുള്ള ഏകായുധം സ്നേഹമാണ് അല്ലേ. നമ്മുടെ കൂടെ ഈശ്വരൻ്റെ സഹായം കിട്ടണമെങ്കിലും അതിൻ്റെ ആയുധം സ്നേഹമാണ്. അപ്പം അതാണ് ബാബ പറഞ്ഞത്, സ്നേഹത്തിൽ ലയിച്ചിരുന്നാൽ, നിരന്തരം സ്നേഹത്തിലിരുന്നാൽ ഒരു കാര്യത്തിനും നമുക്ക് പരിശ്രമിക്കേണ്ടതായി വരില്ല. അവിടെ എല്ലാം ബാബയുടെ കൂട്ടുണ്ടാകും. സ്നേഹ സഹജ് ബാബ് സമാൻ ബനാ ദേത്താ ഹെ. സ്നേഹം എന്ത് ചെയ്യും? സ്നേഹം എന്ന ശക്തി ബാബ് സമാനാക്കി നമ്മളെ സഹജമാക്കി മാറ്റും. ബാബ് സമാൻ എന്ന സ്ഥിതി നമുക്ക് സഹജം ആക്കി തീർക്കും. അത് സ്നേഹക്കെ പീച്ചെ കുച്ച് ബി സമർപ്പിത് കർണ സഹജ് ഹോത്താ ഹെ. ഇനി സ്നേഹത്തിൻ്റെ പിന്നിൽ എന്തും സമർപ്പിക്കുക എന്നത് എളുപ്പമുള്ള കാര്യം അല്ലേ. നമുക്ക് ബാബയോടുള്ള സ്നേഹം കാരണം നോക്കൂ, നമ്മൾ എന്തെല്ലാം സമർപ്പിച്ചു ബാബയ്ക്ക് മുന്നിൽ. അതാണ് സ്നേഹത്തിൻ്റെ ശക്തി. അതാരോടാണെങ്കിലും, ലോകത്തിലെ മനുഷ്യർ വ്യക്തികളുടെ മുന്നിൽ എന്ത് ചെയ്യും? സ്നേഹമുള്ളത് കൊണ്ട് അവരെ തന്നെ എല്ലാം സമർപ്പിക്കും അല്ല. പക്ഷെ അവരുടെ കിട്ടുന്നത് എന്തായിരിക്കും? അല്ല, അവർ കൊടുത്ത അത്ര ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷേ ഇവിടെ ബാബയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഇവിടെ നമുക്കെല്ലാം നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് എളുപ്പം കഴിയും. तो आज भी अमृत वेले से हर एक बच्चे ने स्नेह की माला बाप को डाली. അതിനാൽ എന്താ ചെയ്തേ? ഇന്ന് അമൃതവേള മുതൽ ഓരോ കുട്ടിയും സ്നേഹത്തിൻ്റെ മാല ബാബയുടെ കഴുത്തിൽ അണിയിച്ചു. ബാബയ്ക്കിട്ട് കൊടുത്തു മാല. അമൃതവേള മുതൽ ഓരോ കുട്ടിയും എന്താ ചെയ്തത്? സ്നേഹത്തിൻ്റെ മാല ബാബയ്ക്കിട്ട് കൊടുത്തു. അപ്പോൾ ബാബയും എന്ത് ചെയ്തു? ബാബയും സ്നേഹി കുട്ടികൾക്ക് സ്നേഹത്തിൻ്റെ മാല അണിയിച്ചു കൊടുത്തു.
കുട്ടി അച്ഛനിട്ട് കൊടുത്തു, അച്ഛൻ കുട്ടിക്ക് മാല ഇട്ട് കൊടുത്തു, സ്നേഹത്തിൻ്റെ മാല. जैसे इस विशेष स्मृति दिवस में अर्थात स्नेह के दिन में स्नेह में समाये रहे, ऐसे ही सदा समाये रहो तो मेहनत का पुरुषार्थ करना नहीं पड़ेगा. ബാബ പറയണത് ഈ വിശേഷ സ്മൃതി ദിവസത്തിൽ, അല്ലെ ബ്രഹ്മാബാബയോടുള്ള ഈ ബാബയുടെ ഈ ദിവസത്തിൽ, അർത്ഥം സ്നേഹത്തിൻ്റെ ഈ ദിവസത്തിൽ സ്നേഹത്തിൽ ലയിച്ചുകൊണ്ടേയിരിക്കും, സദാ ലയിച്ചുകൊണ്ടിരിക്കും. ബാബ അങ്ങനെ നിങ്ങൾ സദാ സ്നേഹത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പരിശ്രമിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല, അങ്ങനെ പരിശ്രമിക്കേണ്ടതായി വരില്ല. എല്ലാം സഹജം എന്ന ഫീലിംഗ് ഉണ്ടാകും. एक है स्नेह के सागर में समाना और दूसरा है स्नेह के सागर में थोड़े समय के लिए डुबकी लगाना. ഇനി രണ്ട് തരത്തിൽ നമുക്ക് സ്നേഹത്തിൻ്റെ സാഗരത്തിൽ മുങ്ങാം. ചിലരെന്ത് ചെയ്യുന്നറിയോ, സ്നേഹത്തിൻ്റെ സാഗരത്തിൽ അങ്ങോട്ട് ലയിക്കും, അങ്ങോട്ട് ആഴത്തട്ടിലേക്ക് അങ്ങോട്ട് പോകും. ചിലരുണ്ട് സ്നേഹസാഗരത്തിൽ എന്താ ചെയ്യുക, കുറച്ച് സമയത്തേക്കൊന്ന് മുങ്ങിയിട്ട് വരും. ആ സദാ ലയിച്ചിരിക്കില്ല, ഒന്നിങ്ങോട്ട് മുങ്ങി പൊങ്ങി വരും. ബാബ ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട്. സദാ ലയിച്ചിരിക്കുക, ഒന്ന് സ്നേഹസാഗരത്തിലൊന്ന് മുങ്ങി പൊങ്ങിയിട്ട് വരിക, ജസ്റ്റ് ഒന്ന് മുങ്ങി പൊങ്ങിയിട്ട് വരിക. तो कई बच्चे समाये हुए नहीं रहते हैं, जल्दी से बाहर निकलाते हैं. അവ പറയണത് ചില കുട്ടികൾ മുഴുകിയിരിക്കുന്നില്ല, അത് ലയിച്ചിരിക്കുന്നില്ല സ്നേഹസാഗരത്തിൽ. എന്ത് ചെയ്യും, കുറച്ചിരിക്കും, പെട്ടെന്ന് പുറത്തേക്ക് പൊങ്ങി വരും, പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് വരും. ഇസ്ലിയേ സഹജ് മുഷ്കിൽ ഹോ ജാതാ ഹേ, അതുകൊണ്ടാണ് സഹജമായ കാര്യവും ബുദ്ധിമുട്ടായി തോന്നുന്നത്, പരിശ്രമമായി തോന്നുന്നത്. തോ സമാന ആത്താ ഹേ. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, നിങ്ങൾക്കതിൽ ലയിക്കാൻ പറ്റുന്നുണ്ടോ? സ്നേഹസാഗരത്തിൽ അങ്ങോട്ട് ലയിച്ചു ചേരാൻ പറ്റുന്നുണ്ടോ? അതിൽ ലയിക്കുന്നതിലാണ് ആനന്ദമുള്ളത്. സ്നേഹസാഗരത്തിൽ ലയിച്ചു ചേരുന്നതിലാണ് ആനന്ദമുള്ളത്. ब्रह्मा बाप ने सदा बाप का स्नेह दिल में समाया, इसका यादगार कलकत्ता में दिखाया है. ബ്രഹ്മാ ബാബ സദാ അച്ഛൻ്റെ സ്നേഹം ഹൃദയത്തിൽ ലയിപ്പിച്ചു. ഇതിൻ്റെ ഓർമ്മ ചിഹ്നമായി ആണ് കൽക്കത്തയിൽ കാണിച്ചിട്ടുള്ളത്, കൽക്കത്തയിലെ ക്ഷേത്രമായിട്ട് കാണിച്ചിട്ടുള്ളത്. ബ്രഹ്മാ ബാബ സദാ എന്തു ചെയ്തു, ബാബയുടെ സ്നേഹത്തെ ഹൃദയത്തിൽ ലയിപ്പിച്ചു. सदा आयरनु बाबा ब्रह्मा बाबा. अब बाप दादा सभी बच्चों से यही चाहते हैं कि बाप के प्यार का सबूत समान बनने का दिखाओ. അതുകൊണ്ട് ഇപ്പോൾ ബാപ് ദാദ എല്ലാ കുട്ടികളിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ബാബയുടെ സ്നേഹത്തിൻ്റെ തെളിവ്, അല്ല, ബാബയുടെ സ്നേഹത്തിൻ്റെ തെളിവെന്താ? സമാനമാകുക. അല്ല, എനിക്ക് ബാബയുടെ സ്നേഹമുണ്ട് എന്ന് പറയുന്നതിൻ്റെ തെളിവാണ്, അതായത് സമാനമായിട്ട് മാറുക. അങ്ങനെ സമാനമായി മാറി കാണിക്കൂ. അച്ഛനെ പോലെ സങ്കല്പം, വാക്ക്, കർമ്മം ഇവയിലെല്ലാം ബാപ് സമാൻ, ഇങ്ങനെ ബാപ് സമാനായി മാറിക്കാണിക്കൂ. സദാ സങ്കല്പമേ സമർത്ഥ ഹോ, അബ് വ്യർത്ഥ സമാപ്തി സമാരോഹ് മനാവോ. ബാബ പറയണത് സദാസങ്കല്പത്തിൽ സമർത്ഥം. നമ്മുടെ ചിന്തകളെപ്പോഴും പോസിറ്റീവ്, ശുഭം, നല്ലത് മാത്രമായിരിക്കണം. വ്യർത്ഥത്തിൻ്റെ സമാപ്തി ആഘോഷിക്കും. ഇനി വ്യർത്ഥമേ ഇല്ല, ഒരു നെഗറ്റീവ്, ഒരു വേസ്റ്റും ഇല്ല അകത്ത്. എൻ്റെ സങ്കല്പത്തിൽ സദാ സമർത്ഥത, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വ്യർത്ഥത്തിൻ്റെ സമാപ്തി, അല്ലേ, ആഘോഷിക്കൂ. സമാപ്തി സമാരോഹ് ആഘോഷിക്കൂ. എന്തുകൊണ്ടെന്നാൽ വ്യർത്ഥ സമർത്ഥ ബനനെ നഹി ദേംഗെ, വ്യർത്ഥം നമ്മളെ സമർത്ഥമാകാൻ സമ്മതിക്കില്ല, നമ്മളെ പോസിറ്റീവാകാൻ സമ്മതിക്കില്ല. और जब तक
आप निमित्त बने हुए बच्चे सदा समर्थ नहीं बने हैं, तो विश्व की आत्माओं को समर्थി कैसे दिलाएंगे? ഇനി ബാബ ചോദിക്കുന്നത്, എപ്പോൾ വരേക്കും നിങ്ങൾ നിമിത്തമായിട്ടുള്ള കുട്ടികൾ, നമ്മളെല്ലാവരും ബാബയുടെ നിമിത്തമാണ്, വിശ്വമംഗളത്തിന് നിമിത്തമായിട്ടുള്ളവരാണ് ബാബയുടെ എല്ലാ കുട്ടികളും. അപ്പോൾ നിമിത്തമായ നമ്മൾ കുട്ടികൾ സദാ സമർത്ഥമായിട്ടില്ലെങ്കിൽ വിശ്വത്തിൻ്റെ ആത്മാക്കൾക്ക്, വിശ്വത്തിലുള്ള ആത്മാക്കൾക്ക് സമർത്ഥത എങ്ങനെ, അല്ലേ, അവരിലെങ്ങനെ നമുക്ക് സമർത്ഥത കൊടുക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും? ബാബ ചോദിക്കുക, നിങ്ങളായിട്ടില്ലെങ്കിൽ, നിങ്ങൾ സമർത്ഥരായിട്ടില്ലെങ്കിൽ. സർവ ആത്മായേം ശക്തിയോം സെ ബിൽക്കുൽ ഖാലി ഹോ, ശക്തിയോം കി ബിക്കാരി ബൻ ചുക്കി ഹി. ലോകത്തിൽ നോക്കിയാൽ സർവ ആത്മാക്കളും ശക്തികളില്ല. ആർക്ക് ശക്തിയില്ല? മനസ്സിന് അല്ലെ, ആന്തരികമായ ശക്തി ആർക്കുമില്ല. ആത്മാവിൻ്റെ ശക്തിയും ബലവും എല്ലാം ചോർന്നു പോയിരിക്കുകയാണ്. അപ്പം ശക്തി കുറവാണ്. അപ്പം ശക്തി കുറവാകുമ്പോൾ എന്ത് സംഭവിക്കും? അല്ല, ബാഹുബലം കാണിക്കാൻ തുടങ്ങുകയാണ്, ശാരീരിക ബലം കാണിക്കാൻ തുടങ്ങും. പക്ഷെ വാസ്തവത്തിൽ നമ്മുടെ ഇന്ന് ലോകത്തിലെ എല്ലാ ആത്മാക്കളുടെയും നോക്കിക്കഴിഞ്ഞാൽ ആന്തരിക ബലം വളരെ കുറവാണ്, ഒരു ശക്തിയില്ല. അതുകൊണ്ടല്ലേ ഈശ്വരൻ്റെ മുമ്പിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്, ശക്തി തരൂ, ശക്തി തരൂ. കാരണം ശക്തിയാണ് ജീവിത വിജയം കൈവരിക്കാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യം. ആന്തരിക ബലം, ശക്തി അതില്ല. ശക്തിക്ക് വേണ്ടി യാചിക്കുകയാണ്, യാചകരായി മാറിയിരിക്കുകയാണ് ഇന്ന് ലോകത്തിലെ സർവാത്മാക്കളും. ഐസേ ഭിക്കാരി ആത്മാവോं को हे समर्थ आत्माए इस भिखारीपन से मुक्त करो. അവിടെ ബാബ നമ്മളോട് വിളിക്കുകയാണ്, നമ്മളോട് പറയുകയാണ് ബാബ, അല്ലയോ സമർത്ഥാത്മാക്കളെ, നമ്മളെ വിളിക്കുക, സർവ അല്ലേ സമർത്ഥാത്മാക്കളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇങ്ങനെയുള്ള യാചകരായ ആത്മാക്കളെ യാചനയിൽ നിന്നും മുക്തമാക്കൂ. അവരാ യാചിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അതിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തും. അത് നമുക്കേ കഴിയുള്ളൂ ബാബയുടെ കുട്ടികൾക്ക്. കാരണം ബാബ സമർത്ഥനാണ്, ബാബയുടെ കുട്ടികളായ നമ്മളും സമർത്ഥരാണ്. അപ്പം നമ്മൾക്കാണ് ബാബ ഉത്തരവാദിത്വം തന്നിട്ടുള്ളത്. ശക്തി യാചിക്കുന്ന സ്ഥിതിയിൽ നിന്നും അവരെ, ആ അവസ്ഥയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മളാണ്. അപ്പോൾ ബാബ അതാ പറഞ്ഞ സമർത്ഥരായ കുട്ടികളെ. ബാബ നമ്മളെ വിളിച്ചുവർത്താൻ നമ്മൾ സമർത്ഥരാണ്. അപ്പോൾ നമ്മുടെ സമർത്ഥത ഇനി കാണിച്ചാൽ മതി എന്നർത്ഥം. ആത്മായേം आप सर्व आत्माओं को पुकार रही है, हे मुक्ति दादा के बच्चे, मास्टर मुक्ति दादा हमें मुक्ति दो. ഇനി ഭക്തരെ വിളിക്കുക, പുറമേ ഉള്ളവർ സർവ ആത്മാക്കളും നമ്മളെ വിളിക്കുകയാണ്. നിങ്ങൾ സമർത്ഥാത്മാക്കളെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക, ലോകത്തിലെ എല്ലാ ആത്മാക്കളും. എങ്ങനെയാണ് വിളിക്കുന്നത്? അവർ വിളിക്കുകയാണ്, അല്ലയോ മുക്തിദാതാവിൻ്റെ മക്കളായ മാസ്റ്റർ മുക്തിദാതാവേ, ഞങ്ങൾക്ക് മുക്തി നൽകൂ. ഇത് പറഞ്ഞിട്ടാണ് വിളിക്കണത് എല്ലാവരും. സർവാത്മാക്കളും വിളിക്കുകയാണ്, മുക്തിദാതാവിൻ്റെ കുട്ടികളായിട്ടുള്ള മാസ്റ്റർ മുക്തിദാതാവേ, ഞങ്ങൾക്ക് മുക്തി നൽകൂ എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്നുണ്ട്. ക്യാ यह आवाज़ आपके कानों में नहीं पड़ता? ബാബ ചോദിക്കുന്നത്, ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ? മുഴങ്ങുന്നില്ലേ ഈ ശബ്ദം? ഭക്തരെ വിളിക്കുന്ന ശബ്ദം, സമർത്ഥാത്മാക്കളെ വിളിച്ചുകൊണ്ടിരിക്കണ ശബ്ദം കേൾക്കുന്നില്ലേ? സുന്നെ നഹി ആത്താ, കേൾക്കാൻ പറ്റുന്നില്ലേ? അബ് തക് अपने को ही मुक्त करने में बिजी है क्या? അപ്പം ബാബ ചോദിക്കുകയാണ്, ഇപ്പോൾ വരേക്കും സ്വയത്തെ തന്നെ മുക്തമാക്കുന്നതിൽ ബിസിയാണോ? സ്വയം അവനവൻ തന്നെ മുക്തമാക്കുന്നതിൽ അല്ലേ? സ്വയം ഒരുപാട് ബന്ധനങ്ങളുണ്ടല്ലോ, ആ ബന്ധനത്തിൽ നിന്നെല്ലാം നമ്മളെ തന്നെ മുക്തമാക്കുന്നതിൽ ബിസിയായിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ടൈം മറ്റുള്ളവരെ മുക്തമാക്കേണ്ട ടൈമാണ്. പക്ഷെ ഇപ്പോഴും നമ്മളെ മുക്തമാക്കുന്നതിൽ
വിസ്തരിക്കുകയാണോ? ബാബ ചോദിക്കുകയാണ്. विश्व की आत्माओं को बेहद स्वरूप से मास्टर मुक्ति दादा बनने से स्वयं की छोटी छोटी बातों से സ്വതവേ ही मुक्त हो जाएगी. അപ്പോൾ വിശ്വത്തിലെ ആത്മാക്കൾക്ക് പരിധിയില്ലാത്ത സ്വരൂപത്തിലൂടെ മാസ്റ്റർ മുക്തി ദാതാവാകുന്നതിലൂടെ സ്വയത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ സ്വതവേ മുക്തമായിക്കോളും. നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കേണ്ട കാര്യമില്ല എന്ന് പറയാണ് ബാബ, അല്ലേ? അതായത് വിശ്വത്തിലെ ആത്മാക്കൾക്ക് പരിധിയില്ലാത്ത സ്വരൂപത്തിലൂടെ മാസ്റ്റർ മുക്തി ദാതാവാകുന്നതിലൂടെ സ്വയത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും നമ്മൾ സ്വതവേ മുക്തമായിക്കോളും. നമ്മൾ സേവനം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്വയം മുക്തമായിക്കോളും എന്ന് പറയാണ് ബാബ. അബ് സമയ് ഹേ കി ആത്മാവും കോ പുകാർ സുനു. ഇപ്പോഴത്തെ സമയം എന്താണ്? ആത്മാക്കളുടെ വിളി കേൾക്കൂ. ഇത്രയും ആത്മാക്കൾ ദുഃഖിച്ചും വിഷമിച്ചും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുക്തി തരൂ എന്ന് പറഞ്ഞിട്ട്, ഈ സർവബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ ഒന്നും മോചിപ്പിക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ആ വിളി കേൾക്കേണ്ട സമയമാണിപ്പോൾ. പുക്കാർ സുന്നെ ആത്തി ഹേ യാ നെഹി ആത്തി ഹേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ അതോ ഇല്ലയോ? വിളി കേൾക്കുന്നുണ്ടോ കാതിൽ? ചോദിക്കുകയാണ് ബാബ. പരേശാൻ ആത്മാവും കോ സുഖ ശാന്തിക്ക് അഞ്ജലി ദോ. പരവശപ്പെട്ട ആത്മാക്കൾക്ക് സുഖശാന്തിയുടെ അഞ്ജലി കൊടുക്കൂ. പരവശരായിട്ടുള്ളവർ, ക്ഷീണിച്ചവർക്ക് സുഖശാന്തിയുടെ അഞ്ജലി നൽകൂ. യഹി ഹേ ബ്രഹ്മാ ബാപ് കോ ഫോളോ കർണ. ഇതിനെയാണ് എന്ത് പറയുന്നത്? ബ്രഹ്മാ ബാബയെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. ബാബ സമർത്ഥനായിരുന്നു. ബ്രഹ്മബാബ ശിവബാബയുള്ള സ്നേഹത്തിൽ, സ്നേഹസാഗരത്തിൽ നിരന്തരം മുഴുകിയിരുന്നു. ബാബയുടെ ഒറ്റ ചിന്ത മറ്റുള്ളവരെങ്ങനെ മുക്തമാക്കാം എല്ലാത്തിൽ നിന്നും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാബയെ ഫോളോ ചെയ്യാൻ വേണ്ടി പറയണം. ആജ് വിശേഷ ബ്രഹ്മാ ബാബ് കോ യാദ് സ്യാദ കിയാന. ഇന്ന് വിശേഷിച്ചും ബ്രഹ്മാ ബാബയെ കൂടുതൽ ഓർമ്മിച്ചുവല്ലോ. ബ്രഹ്മാ ബാബ് ने भी सभी बच्चों को സ്മൃതി और സമൃദ്ധി സ്വരൂപ് സെ യാദ് കിയ. അപ്പം നമ്മളെല്ലാവരും ഇന്ന് ബാബയുടെ ദിവസത്തിൽ ബാബയെ ഓർമ്മിച്ചു, ബ്രഹ്മാ ബാബയെ. അപ്പോൾ ബ്രഹ്മാ ബാബയും എല്ലാ കുട്ടികളെയും എങ്ങനെ ഓർമ്മിച്ചു? സ്മൃതി സമൃദ്ധി സ്വരൂപത്തിലൂടെ ബാബ നമ്മളെയും ഓർമ്മിച്ചു. കൈ ബച്ചും ने ब्रह्मा बाप से रूह रूहान करते मीठा मीठा उल्हना भी दिया कि आप इतनी जल्दी क्यों चले गए. ഇനി ചില കുട്ടികൾ ബ്രഹ്മ ബാബയോട് ഇങ്ങനെ, അല്ല ബാബയുടെ ദിവസമാണല്ലോ ഇന്ന്, ബാബയോട് ഇങ്ങനെ സംഭാഷണം സംസാരിച്ച് എന്ത് ചെയ്തു എന്നറിയോ? അവസാനം കുറച്ച് മധുരമായ പരാതിയും കുറച്ച് പറഞ്ഞു കുട്ടികൾ ബ്രഹ്മ ബാബയോട്. പരാതി പറയാണ്. എന്താണെന്നോ പരാതി? അതായത് അങ്ങ് എന്തിനാണ് ഇത്ര പെട്ടെന്ന് പോയത്? അങ്ങ് എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയത്? പിന്നെയോ മറ്റൊരു പരാതിയും കൂടി പറഞ്ഞു ബാബയോട്. കുട്ടികൾ മറ്റൊരു പരാതിയും കൂടി പറഞ്ഞു, അങ്ങ് ഞങ്ങളോടൊന്നും സമ്മതം വാങ്ങിച്ചിട്ടല്ലല്ലോ പോയത്. അല്ല ബാബ പോകുമ്പോൾ കുട്ടിയോട് ചോദിക്കണ്ടേ? ബാബ അല്ല കുട്ടിയോട് പറയണ്ടേ, കുട്ടികളെ ഞാൻ പോവാണെന്ന് പറയണ്ടേ? പക്ഷെ ഒരു സൂചന പോലും ബാബ കുട്ടികൾക്ക് കൊടുത്തില്ല പോകുന്ന കാര്യം. അവ്യക്തമായ ബാബ ശരീരം വിടുന്നത് ബാബ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ കുട്ടികൾ പരാതി പറയാണ്, അങ്ങ് ഞങ്ങളോട് സമ്മതം വാങ്ങിച്ചിട്ടല്ലല്ലോ പോയത്, ബാബ പോവാണെന്ന് പറഞ്ഞിട്ടല്ലല്ലോ പോയത്. ഈ പരാതിയും കുട്ടികൾ ബാബയോട് പറഞ്ഞു. तो ब्रह्मा बाप ने बोला. അപ്പോൾ ബ്രഹ്മ ബാബ എന്ത് മറുപടി പറഞ്ഞു എന്നറിയോ? मैंने भी शिव बाप से पूछा कि हमें अचानक क्यों बुला लिया. അപ്പോൾ കുട്ടികൾ ഈ പരാതി ബ്രഹ്മ ബാബയോട് പറഞ്ഞപ്പോൾ ബാബ തിരിച്ചു പറയാണ്, ഞാനും ശിവബാബയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ പെട്ടെന്ന് എന്തിനാണ് വിളിപ്പിച്ചത് എന്ന് ശിവബാബയോട് ബ്രഹ്മ ബാബ ചോദിച്ചു. എന്തിനാ എന്നെ എത്രയും പെട്ടെന്ന് വിളിപ്പിച്ചേന്ന് ചോദിച്ചു.
तो बाप ने बोला, अगर आपको कहते कि छुट्टी लेके आओ तो क्या आप बच्चों को छोड़ सकते थे या बच्चे आपको छोड़ सकते थे? അപ്പോൾ ശിവബാബ എന്ത് പറഞ്ഞു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ശിവബാബ പറയുകയാണ്, അഥവാ സമ്മതം വാങ്ങിയിട്ട് വരൂ, അല്ലെങ്കിൽ നീ പോണ കാര്യം, ശരീരം വിടുന്ന കാര്യം പറഞ്ഞിട്ട് നീ വരികയാണെങ്കിൽ, അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ ബ്രഹ്മ ബാബയോട് പറയാണ്, ബാബ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോകുമായിരുന്നുവോ? കുട്ടികൾ ബാബയെ ഉപേക്ഷിക്കുമായിരുന്നോ? ഇല്ലല്ലോ. കാരണം നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിന് സാധിക്കില്ലല്ലോ, സമ്മതം കൊടുക്കില്ലല്ലോ. आप अर्जुन का तो यही यादगार है कि अंत में नष्टो मोहा स्मृति स्वरूप ही रहे है. ബാബ എന്താ പറഞ്ഞത് ബ്രഹ്മബാബയോട്? താങ്കൾ അർജുനൻ്റെ, അതായത് അർജുനൻ്റെ ഓർമ്മ ചിഹ്നമേ ഇതാണ്, സ്മാരകം. അതായത് അന്തിമത്തിൽ നഷ്ടോ മോഹ സ്മൃതി സ്വരൂപ, ഈ ഓർമ്മ ചിഹ്നമാണ്. അതുകൊണ്ട് ബാബ പറഞ്ഞത്, तो ब्रह्मा बाप मुस्कुराए और बोले कि ये तो कमाल थी जो बच्चों ने भी नहीं समझा कि जा रही है. അപ്പോൾ ബ്രഹ്മ ബാബ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശിവബാബ അതെല്ലാം പറഞ്ഞപ്പോൾ ബ്രഹ്മ ബാബ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് വളരെ അത്ഭുതമായിരുന്നു, കുട്ടികൾ പോലും മനസ്സിലാക്കിയില്ല പോവുകയാണ് എന്നുള്ളത്. ബ്രഹ്മാവും മനസ്സിലാക്കിയില്ല പോവുകയാണെന്നുള്ള കാര്യം ആർക്കും അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സാമനെ ഹോത്തെ ബി ദോനോ തരഫ് ചുപ് രഹേ ക്യോंकि समय प्रमाण सन शोस फादर का पार्ट ड्रामा की नोंद थी, इसको कहते हैं वाह ड्रामा वाह. അപ്പോൾ ബാബ പറഞ്ഞ എന്താ? രണ്ട് കുട്ടികളും അച്ഛനും, കുട്ടികളും ബാബയും രണ്ടു പേരും ഉണ്ട് മുന്നിൽ, രണ്ടുപേരും രണ്ട് ഭാഗത്തും മിണ്ടാതിരിക്കുകയാണ് അല്ലേ? എന്തുകൊണ്ടെന്നാൽ സമയമനുസരിച്ച് അച്ഛനെ, അതായത് സൺ ഷോസ് ഫാദർ, ഈ പാർട്ട് ഡ്രാമയിൽ അടങ്ങിയതായിരുന്നു. അപ്പോൾ ഇതിനെയാണ് എന്താ പറഞ്ഞത്? ഡ്രാമ. എല്ലാം ഡ്രാമ അല്ലേ? കുട്ടികളോട് പറയാതെ ബാബ പോയി. അപ്പം അതുകൊണ്ട് ബാബ പറയാണ്, ഇത് ഡ്രാമയിലുള്ളതായിരുന്നു, ഇതിനെയാണ് ഡ്രാമ. ആഹാ ഡ്രാമ, ഡ്രാമയുടെ മഹത്വം പാടാണ് ബാബ. സേവാക്ക പരിവർത്തൻ നോന്താ ഹുവാ ഥാ, കാരണം ഈ ഒരു പോക്കിൽ സേവനത്തിൻ്റെ പരിവർത്തനം അടങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഡ്രാമയാണ്. ഈ ഒരു പോക്കിലാണ് സേവനത്തിൻ്റെ പരിവർത്തനവും അടങ്ങിയിട്ടുള്ളത്. ബ്രഹ്മ ബാപ് കോ ബച്ചോം കാ ബാക്ക് ബോൺ ബനനാ ഥാ, കാരണം ബ്രഹ്മ ബാബയ്ക്ക് കുട്ടികളെ എന്താക്കണമായിരുന്നു? ബാക്ക് ബോൺ ആക്കണമായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഡ്രാമയിൽ അങ്ങനെ ഉണ്ടായിരുന്നു, പോയി. തോ അവ്യക്ത രൂപമേ ഫാസ്റ്റ് സേവാക്ക പാർട്ട് ബജാന ഹേത, അതിനാൽ അവ്യക്ത രൂപത്തിൽ ഫാസ്റ്റ് സേവനത്തിൻ്റെ പാർട്ട് അഭിനയിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ബാബയ്ക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നത്. അവ്യക്ത രൂപത്തിലുള്ള ഫാസ്റ്റ് സേവനം അത് ആരംഭിക്കേണ്ട സമയമായി, അതുകൊണ്ടാണ് ബാബ പെട്ടെന്ന് പോയത്. വിശേഷ് आज डबल विदेशियों ने बहुत मीठे मीठे उल्हने दिए. ഇനിയോ ഇന്ന് വിശേഷിച്ചും ഡബിൾ വിദേശികൾ വളരെ മധുരമായിട്ടുള്ള പരാതി പറഞ്ഞു ബാബയുടെ അടുത്ത്. അപ്പോൾ വിദേശികൾ പറഞ്ഞ മറുപടി പരാതി എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ ബാബയുടെ കുട്ടികൾ പറഞ്ഞ പരാതിയായിരുന്നു, ബാബ നമ്മളോട് ചോദിച്ചിട്ടല്ല, അല്ലല്ലോ, സമ്മതം വാങ്ങിയിട്ടല്ലല്ലോ പോയത്, നേരത്തെ എന്തിനാണ് പോയത്, ഈ പരാതിയായിരുന്നു. ഇനി ഡബിൾ വിദേശികൾ പറയുന്ന ഒരു പരാതിയുണ്ട്, മധുരമായൊരു പരാതി ബാബയോട് പറയുകയാണ്. ഡബിൾ ഫോറിനേഴ്സിനെ ഉൽഹനെ ദി. അപ്പോൾ ഡബിൾ ഫോറിനേഴ്സ് പരാതി പറഞ്ഞു ബാബയോട്. डबल फॉरेनर्स ने ब्रह्मा बाप को बोला, सिर्फ 2-3 साल आप रुक जाते तो हम देखा तो लेते. അപ്പോൾ ഡബിൾ വിദേശികൾ പറഞ്ഞു, ബ്രഹ്മ ബാബയോട് പറയാണ്, അങ്ങേക്ക് 2-3 വർഷം കൂടി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയെ കാണാമായിരുന്നു അല്ലേ? ബാബയെ കാണാമായിരുന്നു. കാരണം വിദേശങ്ങളിൽ സേവനം തുടങ്ങിയത് തന്നെ ബാബ അവ്യക്തമായതിന് ശേഷമാണ് വിദേശത്തിൽ ബാബയുടെ കുട്ടികൾ ജനിക്കാൻ തുടങ്ങിയത്, അവിടെ സേവനങ്ങൾ തുടങ്ങിയത്.
അപ്പോൾ ബാബ അതാ പറഞ്ഞത്. അപ്പോൾ ഡബിൾ വിദേശികൾ പറഞ്ഞു, അങ്ങേക്ക് 2-3 വർഷമെങ്കിലും ഇവിടെ നിന്നുകൂടായിരുന്നു, നിന്നിട്ട് പോകുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കാണാമായിരുന്നല്ലോ. तो ब्रह्मा बाप ने हंसी में बोला, ड्रामा से बात करो, ड्रामा ने ऐसा क्यों किया. അപ്പോൾ ബ്രഹ്മ ബാബ തമാശയോട് കൂടി പറയണം. ഡബിൾ ഫോറിനേഴ്സ് ഇങ്ങനെ പറഞ്ഞപ്പോൾ 2-3 വർഷം കൂടി അങ്ങക്ക് നിൽക്കുകയായിരുന്നെങ്കിൽ, പോവാതിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങേ കാണാമായിരുന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ ബാബ തമാശയിൽ പറയാണ്, നിങ്ങൾ ഡ്രാമയോട് പറയൂ, ഇതൊക്കെ ഡ്രാമയിലുള്ളതല്ലേ, ഡ്രാമയോട് പറയൂ, ഡ്രാമ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് ഡ്രാമയോട് ചോദിക്കുമെന്ന് തമാശയിൽ പറയാണ് ബ്രഹ്മബാബ. ലേക്കിൻ एक लास्ट सो फास्ट का एग्जाम्पल बनना ही था, चाहे भारत में चाहे विदेश में. എന്നാൽ ഈ ലാസ്റ്റ് സോ ഫാസ്റ്റിൻ്റെ എക്സാമ്പിളായിട്ട് മാറണമായിരുന്നു, അത് വിദേശത്തിലാണെങ്കിലും ഭാരതത്തിലാണെങ്കിലും. അതുകൊണ്ട് इसलिए अभी लास्ट सो फास्ट का प्रत्यक्ष सबूत दिखाओ. അതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് സോ ഫാസ്റ്റ് ഇതിൻ്റെ പ്രത്യക്ഷ തെളിവ് നിങ്ങൾ കാണിച്ചു തരും അല്ലേ. അവസാനം വന്നവർ ഫാസ്റ്റ് ആയിട്ട് പോകുമെന്ന് പറയില്ലേ ബാബ, അന്തിമത്തിൽ വന്നവർ ഫാസ്റ്റ് ആയിട്ട് പോകും, തീവ്രമായി പോകും. അപ്പോൾ ആ തീവ്രമായി പോകുന്നതിൻ്റെ പ്രത്യക്ഷ തെളിവ് കാണിച്ചു തരും അല്ലേ. അപ്പോൾ വിദേശികളെ കുറിച്ച് എപ്പോഴും പറയില്ല, വിദേശികൾ പിന്നെയല്ല അവർ ബാബയെ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ലാസ്റ്റിൽ വന്നു, പക്ഷെ ഇനി ഫാസ്റ്റായി പോകുന്നതിൻ്റെ തെളിവ് ഇനി കാണിച്ചു തരും. ബാബ അവരോട് ആവശ്യപ്പെടുക, ജയ്സേ ആജ് സമർത്ഥ ദിവസ് മനായ ഐസേ ഹി അബ് ഹർ ദിൻ സമർത്ഥ ദിവസ് ഹോ. എങ്ങനെയാണോ ഇന്ന് നിങ്ങൾ സമർത്ഥ ദിവസം ആഘോഷിച്ചു, അതേപോലെ ഇപ്പോൾ ഓരോ ദിവസവും സമർത്ഥ ദിവസമായിരിക്കണം. അല്ല, ജനുവരി 18 എന്നത് മാത്രമല്ല സമർത്ഥ ദിവസം, എല്ലാ ദിവസവും സമർത്ഥ ദിവസമായിരിക്കണം. കിസി ബി പ്രകാർ കി ഹൽചൽ നഹോ, ഒരു പ്രകാരത്തിലുമുള്ള ചഞ്ചലത, ഇളക്കം ഉണ്ടാകരുത്, സമർത്ഥത ഉണ്ടായിരിക്കണം. ജോ ബ്രഹ്മ ബാപ് നെ ആജ് കെ ദിൻ 3 ശബ്ദോ മേ ശിക്ഷാ ദി. ബ്രഹ്മ ബാബ ഇന്നത്തെ ദിവസം 3 ശബ്ദങ്ങളിലാണ് നമുക്ക് പഠിപ്പ് തന്നത്. ബ്രഹ്മാബ പോകുന്ന സമയത്ത്, അവസാന സമയം ശരീരം വിടുന്ന സമയത്ത് ബാബ പറഞ്ഞ 3 പഠിപ്പ് അല്ലെങ്കിൽ 3 ശബ്ദങ്ങളാണ് നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. ഈ 3 ശബ്ദങ്ങൾ പറഞ്ഞ് ഈ 3 ശബ്ദങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഇൻ 3 ശബ്ദോം കെ ശിക്ഷാ സ്വരൂപ് ബനോ. അപ്പോൾ ഈ 3 ശബ്ദങ്ങളുടെ പഠിപ്പിൻ്റെ സ്വരൂപമായിട്ട് മാറും. നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. ഈ 3 ശബ്ദങ്ങളുടെ സ്വരൂപമായി മാറും. മനസ്സിൽ നിരാകാരി, വാക്കിൽ നിരഹങ്കാരി, കർമ്മണായിൽ നിർവികാരി. 3ലും കൂടി ബാബ പറഞ്ഞു തരികയാണ്. മനസ്സിൽ നിരാകാരി, വാച വാക്കിൽ നിരഹങ്കാരി, കർമ്മണയിൽ കർമ്മത്തിൽ നിർവികാരി. ഇത് ആയി കാണിച്ചു തരും. ഇതാണ് അതിൻ്റെ സ്വരൂപാകൂ എന്ന് പറയുന്നത്. 3 ശബ്ദങ്ങളുടെ സ്വരൂപം. മനസ്സിൽ നിരാകാരി, വാക്കിൽ നിരഹങ്കാരി, കർമ്മത്തിൽ നിർവികാരി. ഇതായി കാണിച്ചു തരൂ. സെക്കൻഡ് മേ സാകാര സ്വരൂപമേ ആവോ, സെക്കൻഡ് മേ നിരാകാരി സ്വരൂപമേ സ്ഥിത് ഹോ ജാവോ. സെക്കൻഡിൽ സാകാര സ്വരൂപത്തിലേക്ക് വരിക, സെക്കൻഡിൽ നിരാകാരി സ്വരൂപത്തിൽ പോയിരിക്കുക. സെക്കൻഡിൻ്റെ പ്രാക്ടീസ്. സാകാരം അല്ലെ, ആകാരം, നിരാകാരം. അപ്പം അതുകൊണ്ട് ബാബ സെക്കൻഡ് കൊണ്ട് പോയി വരും. ആഗ്രഹിക്കുന്ന സ്ഥിതിയിൽ സെക്കൻഡ് കൊണ്ട് സ്ഥിതി ഉറപ്പിക്കൂ. സെക്കൻഡ് കൊണ്ട് സാകാരി സ്വരൂപം, സെക്കൻഡ് കൊണ്ട് നിരാകാരി സ്വരൂപം, അതിലിരിക്കൂ. യഹ് അഭ്യാസ് സാരേ ദിൻ മേ ബാർ ബാർ കരോ. ഈ ഒരു അഭ്യാസം സെക്കൻഡിലുള്ള ഈ പോയിക്ക് വരവ് അല്ലേ, സെക്കൻഡിൽ സാകാരം, സെക്കൻഡിൽ നിരാകാരം. അപ്പോൾ ഈ പ്രാക്ടീസ് നിങ്ങൾ മുഴുവൻ ദിവസത്തിലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യൂ. ऐसे नहीं सिर्फ याद में बैठने के समय निराकारी
स्टेज में स्थित रहो, लेकिन बीच बीच में समय निकाल इस देह भान से न्यारे निराकारी ആത്മസ്വരൂപ में स्थित होने का अभ्यास करो. ഇനി ഇങ്ങനെയാവരുത്, ഓർമ്മയിലിരിക്കുന്ന സമയത്ത് നിരാകാരി സ്ഥിതിയിലിരിക്കാം. അവിടെ അങ്ങനെയല്ല, അല്ല, ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന സമയത്ത് നിരാകാരി സ്ഥിതിയിലിരിക്കുക, അങ്ങനെയല്ല. ഇടയ്ക്കിടയ്ക്ക് സമയം നമ്മൾ കണ്ടെത്തിക്കൊണ്ട് തന്നെ ഈ ദേഹബോധത്തിൽ നിന്നും വേറിട്ട് നിരാകാരി ആത്മസ്വരൂപത്തിൽ ഇരിക്കാനുള്ള അഭ്യാസം ചെയ്യൂ. ഓർമ്മയിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് ദേഹബോധത്തിൽ നിന്നും വേറിട്ട് നിരാകാരി ആത്മസ്വരൂപത്തിൽ ഇരിക്കാനുള്ള അഭ്യാസം നമ്മൾ ചെയ്യൂ. कोई भी कार्य करो, कार्य करते भी यह अभ्यास करो कि मैं निराकार आत्मा इस साकार कर्मेंद्रियों के आधार से कर्म करा रही हूँ. ഇനി ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യാൻ പറയുകയാണ് ബാബ. ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യൂ. ഞാൻ നിരാകാര ആത്മാവ്, ഈ സാകാര കർമ്മേന്ദ്രങ്ങളുടെ ആധാരത്തിലൂടെ ഞാൻ കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ ആത്മാ, ഈ എൻ്റെ കർമ്മേന്ദ്രങ്ങളെ കൊണ്ട് ഞാൻ കർമ്മം ചെയ്യിപ്പിക്കുകയാണ്. ഈ പ്രാക്ടീസ് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴൊക്കെ ചെയ്യും. ഏത് കർമ്മം ചെയ്യുമ്പോഴും ആത്മാവ് ചെയ്യിപ്പിക്കുന്നു, ശരീരമാകുന്ന കർമ്മേന്ദ്രങ്ങളിലൂടെ ചെയ്യിക്കുന്നു. നിരാകാരി സ്ഥിതി കരാവൻഹാർ സ്ഥിതി ഹേ, കർമ്മേന്ദ്രിയാം കരൻഹാർ ഹേ, ആത്മാ കരാവൻഹാർ ഹേ. അവിടെ നിരാകാരി സ്ഥിതി എന്ന് വെച്ചാൽ അത് ചെയ്യിപ്പിക്കുന്ന സ്ഥിതിയാണ്. അവിടെ സ്വയം ചെയ്യല്ലല്ലോ, അതായത് ചെയ്യിപ്പിക്കുക എന്നുള്ള സ്ഥിതി. അവിടെ ബാബ എപ്പോഴും പറയില്ല, ബാബ എപ്പോഴും പറയും ചെയ്യിപ്പിക്കുന്ന ആൾ. കാരണം ബാബ നിരാകാരാണ്, സദാ ശരീരം എടുക്കുന്നില്ല. അതുകൊണ്ട് ബാബ എന്താ പറയണത്? നിരാകാരി സ്ഥിതി എന്ന് വെച്ചാൽ ചെയ്യിപ്പിക്കുന്ന സ്ഥിതിയാണ്. കർമ്മേന്ദ്രങ്ങളാണ് ചെയ്യുന്നത്, പക്ഷെ ചെയ്യിപ്പിക്കുന്നത് ആത്മാവാണ്. അതിനാൽ നമ്മുടെ ഓരോ കർമ്മത്തിലും നമ്മൾ ഈ പ്രാക്ടീസ് കൊണ്ടുവരണം. തോ നിരാകാരി ആത്മസ്ഥിതി സേ നിരാകാരി ബാപ്പ് സ്വതവേ ഹി യാദാത്ത ഹൈ. അതിനാൽ നിരാകാരി ആത്മസ്ഥിതിയിലൂടെ നിരാകാരി അച്ഛനെ സ്വതവേ തന്നെ ഓർമ്മ വരും. സ്വതവേ ഓർമ്മ വരും നിരാകാരി ആത്മസ്ഥിതിയിലൂടെ. ആരെ ഓർമ്മ വരിക? നിരാകാരനായ അച്ഛനെ സ്വതവേ നമുക്ക് ഓർമ്മ വന്നോളൂ. കാരണം നമ്മൾ ഏത് സ്ഥിതിയിൽ ഇരിക്കുന്നുണ്ടോ നമുക്ക് അതേ ഓർമ്മ വരുള്ളൂ. അതിനാൽ എങ്ങനെയാണോ ബാപ്പ് കരാവൻഹാർ ഹേ ഐസേ മേ ആത്മാബി കരാവൻഹാർ ഹും. ബാബ ചെയ്യിപ്പിക്കുന്ന ആളാണ്, അതേപോലെ തന്നെ ഞാൻ ആത്മാവും ചെയ്യിപ്പിക്കുന്ന ആൾ. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെടുന്നില്ല, വേറിട്ടിരിക്കും. നിരാകാരി സ്ഥിതിയിൽ നമ്മളിരുന്ന് കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ നമ്മൾ പെടില്ല, വേറിട്ടിരിക്കും. അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയുക, ആത്മബോധത്തിൽ കർമ്മം ചെയ്യും. കാരണം ആത്മബോധത്തിൽ കർമ്മം ചെയ്യുമ്പോൾ കർമ്മം നമ്മളെ കെട്ടിയിടില്ല. ആത്മബോധമില്ലാതെ ദേഹത്തിൻ്റെ ബോധത്തിൽ കർമ്മം ചെയ്യുമ്പോൾ കർമ്മം കെട്ടുണ്ടാക്കും, ബന്ധനമുണ്ടാക്കും. ഈ ബന്ധനമാണ് ദുഃഖം തരുന്നത്. അതിനാൽ ഏത് കർമ്മവും ആത്മബോധത്തിൽ ചെയ്താൽ മതി. ഞാൻ ആത്മാവ്, ചെയ്യിപ്പിക്കുന്ന ആൾ ശരീരം ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ കർമ്മം ചെയ്യൂ. അപ്പോൾ കുടുങ്ങില്ല, ഒരു കെട്ടിലും കുടുങ്ങില്ല. കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ കുടുങ്ങുമ്പോഴാണ് സമസ്യകൾ വരിക. നമുക്ക് പ്രശ്നങ്ങളും സമസ്യകളും വരുന്നത് കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ കുടുങ്ങുമ്പോഴാണ്. സാരേ ദിൻ മേ ചെക്ക് കരൂ, കരാവൻഹാർ ആത്മാ ബൻ കർമ്മ കരാ രഹി ഹൂം. അപ്പോൾ മുഴുവൻ ദിവസവും നമ്മൾ നമ്മളെ ചെക്ക് ചെയ്യൂ, പരിശോധിക്കൂ. ചെയ്യിപ്പിക്കുന്ന ആത്മാവായി മാറി ഞാൻ കർമ്മം ചെയ്യിപ്പിക്കുകയാണോ? ഞാൻ ചെയ്യിപ്പിക്കുന്നവനായ ആത്മാവാണ് ഞാൻ, എന്നിട്ട് ഞാൻ കർമ്മം ചെയ്യിപ്പിക്കുകയാണോ? ഇങ്ങനെ സ്വയം ദിവസത്തിൽ നിങ്ങൾ മുഴുവൻ പരിശോധിക്കൂ. അച്ഛാ,
അബി മുക്തി ദിലാനെ കി മിഷനറി തീവ്ര കരോ. ബാബ എന്താ പറയണ, ശരി, ഇപ്പോൾ മുക്തി കൊടുക്കുന്നതിൻ്റെ മെഷീനറി തീവ്രമാക്കും. കാരണം ഇപ്പോൾ ആത്മാക്കൾക്ക് വേണ്ടത് മുക്തിയാണ്. ജീവൻ മുക്തിയുടെ ആവശ്യകതയില്ല, ഇനി മുക്തി. അപ്പം മുക്തി കൊടുക്കാൻ വേണ്ടി ഉള്ള മെഷീനറി, ആ പ്രവർത്തനം നിങ്ങൾ തീവ്രമാക്കി മാറ്റും, ഫാസ്റ്റാക്കൂ എന്ന് പറയാണ് ബാബ. अच्छा, इस बारी जो इस कल्प में इस बार आए हैं वह हाथ उठाओ, तो नए नए आने वाले बच्चों को बाप दादा विशेष याद प्यार दे रहे हैं कि समय पर बाप को पहचान बाप से वर्षे के अधिकारी बन गए हैं. ഇനി ബാബ എന്താ പറഞ്ഞ, ശരി, ഈ പ്രാവശ്യം, ഈ കൽപ്പത്തിൽ ഈ തവണ വന്നിരിക്കുന്നവരാരാണോ, ഈ പ്രാവശ്യം ആര് വന്നിട്ടുണ്ടോ അവർ കൈ ഉയർത്താൻ വേണ്ടി പറയാണ്. പുതിയതായിട്ട് വന്ന കുട്ടികൾക്ക് ബാപ്ദാദ വിശേഷിച്ചും സ്നേഹസ്മരണ തരികയാണ്. എന്തെന്നാൽ സമയത്ത് ബാബയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബാബയുടെ സമ്പത്തിൻ്റെ അധികാരിയായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ബാബ പുതിയ കുട്ടികൾക്ക് വിശേഷ സ്നേഹസ്മരണയാണ് കൊടുക്കുന്നത്. സദാ അപ്നെ ഇസ് ഭാഗ്യ കോ യാദ് രഖ്ന കി ഹംനെ ബാപ് കോ പെഹചാൻ ലിയ. അപ്പം എപ്പോഴും തൻ്റെ ഭാഗ്യത്തെ ഓർമ്മിക്കണം. ഏതാണ് ഭാഗ്യം? ഞാൻ എൻ്റെ അച്ഛനെ തിരിച്ചറിഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനെ തിരിച്ചറിഞ്ഞു. ഈ ഭാഗ്യത്തെ സദാ നിങ്ങൾ ഓർമ്മ വയ്ക്കണം. ഇനി ബാപ്ദാദ ഡബിൾ ഫോറിനേഴ്സിനോട് സംസാരിക്കുകയാണ്. ഡബിൾ ഫോറിനേഴ്സിനോട് ബാപ്ദാദ പറയുന്നു, ബ്രഹ്മക്കെ സങ്കൽപ്പ് കി പൈദായിസേ. ഡബിൾ ഫോറിനേഴ്സ് ബ്രഹ്മാവിൻ്റെ സങ്കല്പത്തിലൂടെ ഉണ്ടായതാണ് അല്ലേ. ബാബയുടെ പറയാറുണ്ട്, അവ്യക്തമായതിനു ശേഷം ബാബ അവ്യക്തമായതിനു ശേഷമാണ് ഫോറിനിലൊക്കെ സേവനം നടന്നത്. അപ്പം അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ സങ്കല്പത്തിലൂടെ ജന്മമെടുത്തവരാണ് ഡബിൾ ഫോറിനേഴ്സ്. ഒന്ന്, അതായത് ബാബയുടെ മുഖത്തിലൂടെ ജന്മമെടുത്ത രണ്ട് വംശങ്ങൾ. ഒന്ന് ഡയറക്റ്റ് മുഖത്തിലൂടെ ജന്മമെടുത്തവർ, അതാണ് ഡയറക്റ്റ് മുഖത്തിലൂടെയുള്ള വംശാവലി. മറ്റൊന്ന് സങ്കല്പത്തിലൂടെയുള്ള വംശാവലി. രണ്ട് വംശാവലിയുണ്ട്. മുഖവംശാവലി എന്ന് പറയുമ്പോൾ തന്നെ സാകാര ബാബ കൂടെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നിട്ടുള്ളവർ, അവർ ഡയറക്റ്റ് മുഖത്തിലൂടെ കേട്ടവരാണ്. ബാക്കി ബാബ അവ്യക്തമായതിനു ശേഷം ജനിച്ചവർ, ബാബയുടെ കുട്ടിയായിട്ടുള്ളവർ, അതാണ് സങ്കല്പത്തിലൂടെയുള്ള വംശാവലി. അതിനാൽ സങ്കല്പശക്തി നോക്കൂ, എത്ര മഹാനാണ്. ബാബ അവ്യക്തമായതിനു ശേഷം സേവനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സങ്കല്പശക്തിക്ക് എത്ര മഹാനതയുണ്ട്. എങ്ങനെയാണോ സങ്കല്പശക്തി ഫാസ്റ്റ് ആയിരിക്കുന്നത്, അതേപോലെ താങ്കളുടെ രചന ഡബിൾ ഫോറിനേഴ്സ് ഫാസ്റ്റ് പുരുഷാർത്ഥവും ഫാസ്റ്റ് പ്രാലബ്ധവും അനുഭവം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് മുഴുവൻ ബ്രാഹ്മണ പരിവാരത്തിലും ഡബിൾ ഫോറിനേഴ്സ് ഡബിൾ സിക്കീലതകളാണ്, കളഞ്ഞുപോയി തിരികെ കിട്ടിയിട്ടുള്ള ഓമനകളാണ്. കാരണം ഡബിൾ ഫോറിനേഴ്സിൻ്റെ പ്രത്യേകത അവർ ഫാസ്റ്റ് പുരുഷാർത്ഥാണ്, ഫാസ്റ്റ് പ്രാലബ്ധം അനുഭവം ചെയ്യുന്നവരാണ്. भारत के भाई बहने आपको देख करके खुश होते हैं, वाह डबल ഫോറിനേഴ്സ് വാഹ. ഭാരതത്തിലെ സഹോദരി സഹോദരന്മാർ നിങ്ങളെ കണ്ടിട്ട് സന്തോഷിക്കുകയാണ്. എന്നിട്ട് ഡബിൾ ഫോറിനേഴ്സിൻ്റെ മഹിമ പാടാണ്. ആഹാ ഡബിൾ ഫോറിനേഴ്സ് ആഹാ. വിദേശികളെക്കുറിച്ച് മഹിമ പാടുക. കാരണം അവരിത്രയും ഫാസ്റ്റ് പുരുഷാർത്ഥാണ്, ഫാസ്റ്റ് സേവനമാണ്, ഫാസ്റ്റ് പ്രാലബ്ധം അനുഭവം ചെയ്യുന്നവരും കൂടിയാണ്. അപ്പോൾ ഡബിൾ ഫോറിനേഴ്സിന് സന്തോഷമില്ലേ? എത്ര സന്തോഷമുണ്ട്? ധാരാളം സന്തോഷമുണ്ടോ? ഒരുപാട് സന്തോഷമുണ്ടോ ചോദിക്കുക. ഇനി ബാബ പറയുക, ഈ സന്തോഷവുമായി താരതമ്യപ്പെടുത്താൻ മറ്റൊരു വസ്തുവില്ല. ഡബിൾ ഫോറിനേഴ്സും കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, ഈ സയൻസിൻ്റെ സാധനങ്ങൾ നിങ്ങളെ പരിധിയില്ലാത്ത സേവനം ചെയ്യുന്നതിൽ ഒരുപാട് സഹായിക്കും, സഹജമായ സേവനവും ചെയ്യിപ്പിക്കും. അപ്പം താങ്കൾക്ക് സ്ഥാപനയുടെ കണക്ഷനിലൂടെ തന്നെ കണക്ഷനിലൂടെ തന്നെ സയൻസിൻ്റെയും തീവ്രഗതി ഉണ്ടാകും. അതുകൊണ്ട് ബാബ പറയുക, ശരി, എല്ലാ പാണ്ഡവരും സമർത്ഥരല്ലേ? സമർത്ഥരായിട്ടുള്ള പാണ്ഡവരല്ലേ?
ദുർബലതയൊന്നുമില്ലല്ലോ, എല്ലാവരും സമർത്ഥരല്ലേ. ഇനി ശക്തികളോ ബാബയ്ക്ക് സമാനായോ? ശക്തികളോട് ചോദിക്കുക, ബാബ് സമാനാണോ? നിങ്ങൾ ശക്തി സേനകളല്ലേ? ശക്തികളുടെ ശക്തി മായാജീത്താക്കി മാറ്റുന്നതാണ്. ശക്തികളുടെ ശക്തി മായാജീത്താക്കി മാറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ശക്തികൾ ഉപയോഗിക്കാൻ വേണ്ടി ബാബ പറയണം. അച്ഛാ, ബാബയുടെ ഇന്നത്തെ മധുരമായ അവ്യക്ത മഹാവാക്യം നമുക്കെല്ലാം നൽകുന്നത് എന്താണ്? അതായത് സ്നേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്, അല്ലേ? സ്നേഹത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹം എവിടെയുണ്ടോ അവിടെ തീർച്ചയായിട്ടും ലയിച്ചു ചേരുക എന്നത് അത്ര എളുപ്പമായ കാര്യമാണ്. ഒരു ബുദ്ധിമുട്ടും ഈ കാര്യത്തിലില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് ധാരാളം അനുഭവങ്ങളും പ്രാപ്തമാക്കാനായി സാധിക്കും. ഓം ശാന്തി.